അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് നന്നായിട്ടുണ്ട്. അങ്ങനെ തോന്നത്തില്ല. അത് പഴയ മോഡൽ നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി നല്ല പടം, കൊള്ളാം. മമ്മൂട്ടിയുടെ ആദ്യമായിട്ടാണ് ലൈഫിൽ. പക്ഷേ പറയാ ഒരു ഓസ്കാർ കിട്ടണ ഒരു പടം തന്നെ എന്നാണ് കണ്ടിട്ട് തോന്നണം. പക്ഷേ കൊള്ളാം, നല്ല പടം, കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൊണ്ടും സിനിമ പിന്നെ അടിപൊളിയായിരുന്നു. നമ്മൾ അറിയുന്നില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ സമയത്ത് ഏറ്റവും ഇപ്പം വന്ന റിലീസ് ചെയ്ത പടങ്ങളിൽ ഒരു ക്ലാസ് ഫിലിം എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഈ ഹോളിവുഡ് ഫിലിമിൻ്റെയൊക്കെ ഒരു ക്യാമറ ഒരു സെറ്റപ്പ് വളരെ മനോഹരമായിരിക്കുന്നു. പക്ഷേ നമുക്ക് അതെന്തെങ്കിലും വളരെ ഇതായിരുന്നു. ആ ഫിലിമിൻ്റെ സംവിധാനം കൊണ്ട് മെച്ചപ്പെട്ട ഒരു ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ എടുത്തു പറയേണ്ടത് സിദ്ധാർത്ഥ് ഭരതൻ്റെ ഇതാണ്. ഓക്കെ, അർജുൻ അശോകനും മമ്മൂട്ടിയും സെയിം ഇതാണ്. പക്ഷേ അതിനെ ഒരു കഥയ്ക്കൊരു ട്വിസ്റ്റ് വരുന്നത് പുള്ളിയുടെ അവസാനത്തെ ആ ഒരു ഇതാണ്. ഒരു നമ്മളെ ഈ അവരുടെ മകനാണ് എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. ഓക്കെ, അതാണ്. ഓക്കെ, ഇഷ്ടമായി. ഇത് അർജുൻ പടത്തിന്റെ ഒരു പില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, പടത്തിന്റെ പില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റോറി സംഭവം അല്ലേ കൊണ്ടുപോകുന്ന ഒരു. അതെ, അർജുനാണൊരു നമുക്ക് അത് ഒരു ഫീലുണ്ട്. നല്ല എങ്ങനെയുണ്ടായിരുന്നു? വലിയ കുളം വിചാരിച്ചത്ര ഒരു എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? പൊളിയാണ്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥും ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ലാഗിങ് ആണെന്നുള്ളൂ. സിനിമയാണല്ലോ, അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു അനുഭവം. അതെങ്ങനെയുണ്ട്? ഇതുവരെ കാണുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നും, പക്ഷേ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, അടിപൊളിയാണ്. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, ആർട്ട് വർക്ക്, ക്യാമറ ഒക്കെ പൊളിയാണ്. ഇവിടെ ഓഡിയോ ഒന്നിലല്ലേ കണ്ട, അപ്പോൾ കുറച്ചുകൂടെ ഒരു സൗണ്ട് ക്വാളിറ്റിയും അടിപൊളിയാണ്. പിന്നെ ഇച്ചിരി ലാഗിങ് ഫീൽ തോന്നും. പിന്നെ നമുക്കത് കഥയിലേക്ക് സ്റ്റോറിയിലേക്ക് വരാൻ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ത്രില്ലിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് കുറേ പേരൊക്കെ ഉറങ്ങേണ്ട അവസ്ഥയിലാണ്. അല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൽ കുറേ റൊമേനിയൻ പടങ്ങളും സ്പാനിഷ് പടങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ പറ്റുന്നത് അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇത്തരത്തിലുള്ളൊരു മേക്കിംഗ്, വെറും 5 ആക്ടേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞത് ദാറ്റ്സ് റിയലി എ ഗുഡ് തിങ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, പിന്നെ 4 ആക്ടേഴ്സേ ഉള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് അവരെ അഭിനയിച്ച് എന്താ പറയുക, അഭിനയം വാസ് ടോപ്പ് നോച്ച്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അല്ല, തിയേറ്റർ പടത്തിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ പടം 2:1 റേഷ്യോയിലാണ് പടം ഷൂട്ട് ചെയ്തേക്കുന്നതും ഇത് ചെയ്തേക്കുന്നതും. അപ്പം നമുക്ക് ഈ ഓഡിയോ ഓൺ പോലത്തെ സ്ക്രീനിൽ കാണുമ്പോഴേക്കും 2 സൈഡും ബ്ലാക്ക് കാണും. ഇവിടെ അതുപോലത്തെ സ്ക്രീൻ ഉണ്ടായിരുന്നേ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഓബിയസ്ലി മമ്മൂട്ടി, അത് കഴിഞ്ഞ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അതേ ഉള്ളൂ. ആയിരുന്നു, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. മമ്മൂട്ടി നൈസായിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്യാമറ വർക്കും സൗണ്ട് ഡിസൈൻ ഓഡിയോ ഒന്നിലല്ലേ കണ്ടേ? ഓഡിയോ ആണല്ലോ, എല്ലാം നൈസായിരുന്നു, കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടീനെ എല്ലാവരും കൊള്ളായിരുന്നു, പക്ഷെ മമ്മൂട്ടീനെ ഇഷ്ടപ്പെട്ട. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. അത് മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ടെക്നിക്കലൊക്കെ സൂപ്പർ. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് അവരുടെ 3 പേരുടെയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥ് ഭരതൻ്റെയും അർജുൻ അശോകൻ്റെയും മമ്മൂട്ടിയുടെയും ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു, നല്ല രസമായിരുന്നു. അടിപൊളിയായിരുന്നു, മ്യൂസിക്കിലൊക്കെ അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ കാണുന്നത്, ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ആദ്യത്തെ തവണ ഒറ്റയ്ക്കാണ് കണ്ടത്. അടിപൊളിയായിരുന്നു, ത്രില്ലായിരുന്നു. എനിക്ക് പേടിക്കാനായിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ അടിപൊളി മേക്കിംഗ് ആയിരുന്നു. മ്യൂസിക്കൊക്കെ പക്കയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു പക്ക ഒരു നൈസായിരുന്നു. അതെ,
അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. നല്ലതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ക്യാമറ വർക്കും ബാക്കി എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. പെർഫോമൻസോ ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടതില്? എനിക്ക് അർജുൻ അശോകിനെ അർജുൻ അശോകിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെയാണോ കാണുന്നത്? അതെ 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 ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇഷ്ടമായി, നല്ല സിനിമയാണ്. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, സിനിമാറ്റോഗ്രാഫി, അവരുടെ എഡിറ്റിംഗ് ഒക്കെ, സൗണ്ട് ഡിസൈനിങ് എല്ലാം. ഓഡിയോ ഒന്നിലല്ലേ കണ്ടത്? ഓഡിയോ ആണ് ബെറ്റർ ആയിട്ട് ബെറ്റർ ആണ് ബെറ്റർ. ആരെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ട? മമ്മൂക്ക കഴിഞ്ഞാൽ അർജുൻ അശോക് നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ കുറച്ച് ചില സീനുകൾ ചില സീനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാതെ നമ്മൾ ഞെട്ടിപ്പോകും. ഏറ്റവും കൂടുതൽ അർജുൻ അശോകിൻ്റെ പെർഫോമൻസ് ആണ് ഇഷ്ടമായത്. മമ്മൂട്ടി നമ്മൾ കണ്ടുവരുന്ന മമ്മൂട്ടിയുടെ അത് വെച്ച് നോക്കുമ്പോൾ അർജുൻ അശോകിൻ്റെ വേറൊരു ജോണർ. ഒരുപാട് സിനിമ മമ്മൂട്ടിയുടെ പെർഫോമൻസ് വേറെ ലെവലായി കഴിഞ്ഞ 2 വർഷങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇനി എക്സ്പെക്ട് ചെയ്യുന്നു ഇനി ഒരുപാട് സിനിമ ടർബോ അല്ലെങ്കിൽ അല്ലേ ഉറപ്പായിട്ടും പടങ്ങൾ വരാനുണ്ട്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് എങ്ങനെ? പേടിപ്പെടുത്തും? അടിപൊളിയായിരുന്നു. അടിപൊളി. കൊള്ളായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ട കൂടുതലായിട്ട്? എല്ലാം കൊള്ളാം. അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ട കൂടുതൽ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളാം, നല്ല സൂപ്പറായിരിക്കണം. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ വർക്കും ആർട്ടും കൊള്ളാം, എല്ലാം നല്ല ഒരു നമുക്ക് അത് കാണാൻ എപ്പോഴും ഒരു എന്താണ് അതിൻ്റെ സിനിമയുടെ പേടിയായിരുന്നു. ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു? കൊള്ളാം. സിദ്ധാർത്ഥ് ഭരത് കൊള്ളാം, അർജുന അശോകൻ കൊള്ളാം. നല്ല ഫിലിം, ഇല്ല നല്ല ഫിലിമാണ്. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ നല്ലതാ, നല്ല പിക്ചറൈസേഷനാണ്, എല്ലാം അടിപൊളി. കേൾക്കുമ്പോൾ ആരാ ഒരുപാട് ഇഷ്ടമായി? മമ്മൂട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അർജുൻ അശോക്. അതെ അതെ.